ഹലോ, ഞാൻ ദേവിക ജോബി. ഇന്ന് നമ്മൾ പോകുന്നത് കാലിക്കറ്റ് ട്രേഡ് സെൻറ്ററിൽ നടന്ന ഒരു ഫുഡ് ഫെസ്റ്റിലേക്കാണ് കേട്ടോ. ഏകദേശം 25 സ്റ്റേറ്റുകളിലെ ഫുഡ് അവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയപ്പോൾ തന്നെ അവിടുത്തെ എൻട്രൻസ് മനോഹരമായ ലൈറ്റിങ്ങോട് കൂടിയാണ് അവർ അറേഞ്ച് ചെയ്തിരുന്നത്. അവിടെ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ ഫുഡ് പാസ് കൗണ്ടറിലെത്തും. അവിടെ നിന്ന് നമ്മൾ എൻട്രി കൂപ്പൺ 5 എണ്ണം വാങ്ങിച്ചു. അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും ഹസ്ബൻഡിനും എനിക്കുമായിരുന്നു. നമ്മുടെ കുട്ടി ധ്രുവന് പാസിൻ്റെ ആവശ്യമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ നടന്ന എൻട്രൻസിലേക്ക് എത്തി. അവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഓരോ സ്റ്റേറ്റിലെയും ഫുഡ് കൗണ്ടേഴ്സ് അതിമനോഹരമായിട്ടാണ് കേട്ടോ അറേഞ്ച് ചെയ്തിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു ഓരോ കൗണ്ടേഴ്സും കാണാനായിട്ട്. ആ കൗണ്ടേഴ്സിൽ അതാത് കൗണ്ടേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്ത് കുറച്ച് ആളുകളുണ്ടായിരുന്നു. ആ റെപ്രസെൻറ്റേറ്റീവ്സ് നമുക്ക് വളരെ മനോഹരമായ രീതിയിൽ അവിടുത്തെ കാര്യങ്ങൾ, അവിടുത്തെ ഫുഡിൻ്റെ ഇൻഗ്രീഡിയൻസ്, എന്താണ് സ്പെഷ്യാലിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങൾ, അതിൻ്റെ ഒത്തൻറ്റിസിറ്റി, അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു കേട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും അത്യാവശ്യം വാസ്റ്റായിട്ട് ഈ കൗണ്ടേഴ്സ് ഇങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ നിന്നും ഐറ്റംസ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. ഓരോ കൗണ്ടേഴ്സിലും ഒരു 5 to 10 അല്ലെങ്കിൽ ഒരു 5 to 15 വരെ ഐറ്റംസ് മാറി മാറി ഉണ്ടായിരുന്നു. നമ്മൾ പോയത് കുറച്ച് ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ ഐറ്റംസ് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും ഉള്ള ഐറ്റംസ് മാക്സിമം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 3 പേരും 3 ഏരിയാസിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് പോയിട്ട് അവിടെ നിന്ന് ഓരോ സ്റ്റോളിൽ നിന്നും നമുക്ക് വേണ്ട ഡിഷസ് സെലക്ട് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ അറിയാമല്ലോ, നമ്മൾ ഒന്നിച്ച് പോയാൽ ഇത്രയും വാസ്റ്റ് ഏരിയ കവർ ചെയ്യാൻ പറ്റില്ല. എനിക്ക് നോർത്ത് ഇന്ത്യൻ സ്വീറ്റ്സ് നമ്മൾ ട്രൈ ചെയ്തതെല്ലാം തന്നെ ഇഷ്ടമായിരുന്നു കേട്ടോ. എല്ലാം വെറൈറ്റീസ് ആയിരുന്നു. ഒരു ചെറിയ സ്പേസിൽ ഇത്രയും നല്ല വെറൈറ്റീസ് കൊണ്ടുവരാൻ സാധിച്ചതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ ഇത് കൂടാതെ ഒരുപാട് കൾച്ചറൽ ആക്ടിവിറ്റീസ്, മാജിക് ഷോയ്, ഫുഡ് റിലേറ്റഡ് ക്വിസ് കോമ്പറ്റീഷൻസ് ഇതൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം എന്ന് വെച്ചാൽ, നമ്മൾ ഡയറക്റ്റ് സ്റ്റോളിൽ പൈസ കൊടുക്കുകയല്ല ചെയ്യുന്നത്, കൂപ്പൺസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ പൈസ കൊടുത്ത് കൂപ്പൺ വാങ്ങി ആ കൂപ്പൺ ഓരോരോ സ്റ്റോളുകളിലായിട്ട് കൊടുത്തു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ റൈസ്, റൊട്ടി, സ്വീറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കറീസ്, എല്ലാം കബാബ്സ് എല്ലാം തന്നെ ട്രൈ ചെയ്തു. നമ്മൾ 5 പേരുള്ളത് കൊണ്ട് മാക്സിമം നമ്മൾ ഫുഡ് ട്രൈ ചെയ്യാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുമ്പോഴും കൾച്ചറൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരുന്നു. അതല്ലാതെ കുറേ സ്റ്റോൾസ്, ബുക്ക് സ്റ്റോൾസും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോ.